സിയിലെയും C++ലെയും ഫങ്ഷൻസ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് എന്താണ് ഒരു ഫങ്ഷൻ, ഫങ്ഷന്റെ സിന്റാക്സ്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന്റെ പ്രാധാന്യം, ഉദാഹരണങ്ങളിലൂടെ നമുക്കിത് നോക്കാം. അതുപോലെ സ്വാഭാവികമായി ചില തെറ്റുകളും അവ തിരുത്തുന്നതും വിശദീകരിക്കുന്നു. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെർഷൻ 11.10, GCC G++ കമ്പൈലർ വെർഷൻ 4.6.1. ഫങ്ഷൻസ് ന്റെ ആമുഖത്തോടെ ഇത് തുടങ്ങാം. ഒരു പ്രത്യേക പ്രവൃത്തി എക്സിക്യൂട്ട് ചെയ്യാൻ സ്വന്തമായി നിലനിൽപ്പുള്ള പ്രോഗ്രാമാണ് ഫങ്ഷൻ. എല്ലാ പ്രോഗ്രാമിലും ഒന്നോ അതിലധികമോ ഫങ്ഷൻസ് കാണും. ഒരിക്കൽ എക്സിക്യൂട്ട് ചെയ്താൽ അതിനെ ആക്സസ് ചെയ്തിടത്തേക്ക് കൺട്രോൾ തിരിച്ചു വരുന്നു. ഒരു ഫങ്ഷന്റെ സിന്റാക്സ് നോക്കാം. റിട്ടേൺ ടൈപ്പ് സൂചിപ്പിക്കുന്നത് ഫങ്ഷൻ ഏത് ടൈപ്പുള്ള ഡാറ്റ റിട്ടേൺ ചെയ്യുന്നുവെന്നാണ്. ഫൺനെയിം ആ ഫങ്ഷന്റെ പേര് സൂചിപ്പിക്കുന്നു. വേരിയബിൾ നെയിംസിന്റെയും അവയുടെ ടൈപ്പിന്റെയും ലിസ്റ്റ് ആണ് പാരാമീറ്റർസ്. പാരാമീറ്റർ ലിസ്റ്റ് ഒഴിച്ചിടാനും സാധിക്കും. ഇതിനെ ആർഗുമെന്റ്സ് ഇല്ലാത്ത ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നു. ഇതിനെ ആർഗുമെന്റ്സ് ഉള്ള ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നു. വോയിഡ് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം നോക്കാം. നേരത്തെ തന്നെ എഡിറ്ററിൽ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനിത് തുറക്കുന്നു. നമ്മുടെ ഫയൽ നെയിം ഫങ്ഷൻ .c എക്സ്റ്റൻഷനോട് കൂടി ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. കോഡ് വിശദീകരിക്കാം. ഇതാണ് നമ്മുടെ ഹെഡർ ഫയൽ. ഏതെങ്കിലും ഫങ്ഷൻ ഉപയോഗിക്കുന്നതിന് മുൻപ് അത് പറയണം. ആഡ് എന്ന ഫങ്ഷൻ ഇവിടെ നിർവചിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, ആഡ് ഫങ്ഷന് ഒരു ആർഗുമെന്റ്സും ഇല്ല. റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്. രണ്ട് തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ ആഡ് ഫങ്ഷനെ പോലെ യൂസർ നിർവചിക്കുന്നത്, printf, മെയിൻ ഫങ്ഷൻ എന്നിവയെ പോലെ മുൻപേ തന്നെ നിർവചിക്കപ്പെട്ടിട്ടുള്ളത്, a, b എന്നിവയ്ക്ക് യഥാക്രമം 2, 3 എന്നീ മൂല്യങ്ങൾ നൽകി ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഇവിടെ വേരിയബിൾ c ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് a യുടെയും b യുടെയും മൂല്യങ്ങൾ കൂട്ടുന്നു. അതിന്റെ ഫലം cയിൽ സൂക്ഷിക്കുന്നു. എന്നിട്ട് ഫലം പ്രിന്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ മെയിൻ ഫങ്ഷൻ. ഇവിടെ ആഡ് ഫങ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പോൾ സങ്കലനം നടന്ന ഫലം പ്രിന്റ് ചെയ്യുന്നു. സേവ് ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നു. Ctrl Alt T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ തുറക്കുന്നു. കമ്പൈൽ ചെയ്യാനായി gcc function.c -o fun ടൈപ്പ് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യാനായി ./fun ടൈപ്പ് ചെയ്യുക. ഔട്ട്പുട്ട് സും ഓഫ് a ആൻഡ് b ഈസ് 5 എന്ന് കാണിക്കുന്നു. പ്രോഗ്രാമിലേക്ക് തിരികെ വരാം. ഫങ്ഷൻസ് പ്രത്യേക ഐഡന്റിഫയർസ് ആയ പാരാമീറ്റർസ് അല്ലെങ്കിൽ ആർഗുമെന്റ്സ് ഉൾക്കൊള്ളുന്നു. ഇതേ ഉദാഹരണം ആർഗുമെന്റ്സോട് കൂടി നോക്കാം. ഇവിടെ ചില മാറ്റങ്ങൾ വരുത്തുന്നു. ടൈപ്പ് ചെയ്യുക int add int a, int b. ഫങ്ഷൻ add ഡിക്ലെയർ ചെയ്തു. int a, int b എന്നിവ ഫങ്ഷൻ addന്റെ ആർഗുമെന്റ്സ് ആണ്. ഇത് നീക്കം ചെയ്യാം. ഇവിടെ aയും bയും ഇനിഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. printf സ്റ്റേറ്റ്മെന്റ് നീക്കം ചെയ്യുക. ടൈപ്പ് ചെയ്യുക int main. സും എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ടൈപ്പ് ചെയ്യുക int sum. എന്നിട്ട് സും ഈക്വൽ ടു add 5, 4 ടൈപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ പാരാമീറ്റർസ് 5ഉം 4ഉം നൽകിക്കൊണ്ട് ആഡ് ഫങ്ഷൻ കോൾ ചെയ്യുന്നു. aയിൽ 5ഉം bയിൽ 4ഉം സ്റ്റോർ ചെയ്യുന്നു. സങ്കലനം നടക്കുന്നു. ഫലം പ്രിന്റ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുക printf sum is %d/n sum. ഫങ്ഷൻ നമ്മൾ മുൻപേ തന്നെ കോൾ ചെയ്തിട്ടുള്ളതിനാൽ ഇത് നീക്കം ചെയ്യുക. റിട്ടർൻ 0 ടൈപ്പ് ചെയ്യുക. നോൺ വോയിഡ് ഫങ്ഷൻ ഒരു മൂല്യം തിരികെ നൽകുന്നതിനായി റിട്ടർൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിരിക്കണം. സേവ് ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് തിരിച്ചു വരിക. പ്രോഗ്രാം കമ്പൈൽ ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യട്ടെ. ഔട്ട്പുട്ട് സും ഈസ് 9 എന്ന് കാണിക്കുന്നു. ഇതേ പ്രോഗ്രാം C++ൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് നോക്കാം.
പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരിക. ഇവിടെ കുറച്ചു മാറ്റങ്ങൾ വരുത്തുന്നു. Shift Ctrl S ഒരുമിച്ച് പ്രസ് ചെയ്യുക. .cpp എക്സ്റ്റൻഷനോടെ ഫയൽ സേവ് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുക. ആദ്യം ഹെഡർ ഫയൽ IOStream എന്ന് മാറ്റുക. യൂസിങ് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടുത്തുന്നു. ഫങ്ഷൻ ഡിക്ലറേഷൻ C++ലും ഇതുപോലെ തന്നെയാണ്. അതിനാൽ ഇവിടെ ഒരു മാറ്റവും വരുത്തുന്നില്ല. C++ൽ പ്രിന്റ് ചെയ്യാൻ cout ഫങ്ഷൻ ഉപയോഗിക്കുന്നതിനാൽ printfന് പകരം cout സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഫോർമാറ്റ് സ്പെസിഫയറും \n ഇവിടെ ആവശ്യമില്ല. കോമ നീക്കം ചെയ്യുക. രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക. സമ്മിന് ശേഷം വീണ്ടും രണ്ട് തുറക്കുന്ന ആംഗിൾ ബ്രാക്കറ്റുകൾ ടൈപ്പ് ചെയ്യുക. ഡബിൾ ക്വോട്ട്സിനുള്ളിൽ \n ടൈപ്പ് ചെയ്യുക. അടയ്ക്കുന്ന ബ്രാക്കറ്റ് നീക്കം ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാം കമ്പൈൽ ചെയ്യാം. ടെർമിനലിലേക്ക് തിരിച്ചു വരിക. g ഫങ്ഷൻ .cpp-o fun1 ടൈപ്പ് ചെയ്യുക. fun ഔട്ട്പുട്ട് ഫയൽ മായ്ക്കപ്പെടാതെ ഇരിക്കാൻ ഇവിടെ fun1 ഉപയോഗിച്ചു. എന്റർ പ്രസ് ചെയ്യുക. ./fun1 ടൈപ്പ് ചെയ്യുക. ഔട്ട്പുട്ട് sum is 9 എന്ന് കാണിക്കുന്നു. ചില സ്വാഭാവികമായ തെറ്റുകൾ നോക്കാം. ഇവിടെ 4ന്റെ സ്ഥലത്ത് x ടൈപ്പ് ചെയ്യുക. കോഡിന്റെ ബാക്കി ഭാഗത്ത് ഒരു മാറ്റവും വരുത്തേണ്ട. സേവ് ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാം കമ്പൈൽ ചെയ്യാം. 10ാമത്തെ വരിയിൽ എറർ കാണുന്നു. x was not declared in this scope. എന്തെന്നാൽ x ഒരു ക്യാരക്ടർ വേരിയബിൾ ആണ്. ഇത് എങ്ങും ഡിക്ലെയർ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മുടെ add ഫങ്ഷന്റെ ആർഗുമെന്റ് ഇന്റീജർ വേരിയബിൾ ആണ്. അതിനാൽ റിട്ടേൺ ടൈപ്പും റിട്ടേൺ ചെയ്ത മൂല്യവും തമ്മിൽ ചേർച്ചയില്ലായ്മയുണ്ടായി. പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം. എറർ തിരുത്താം. 10ാമത്തെ വരിയിൽ 4 ടൈപ്പ് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുക. വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാം. പ്രോംപ്റ്റ് ക്ലിയർ ചെയ്യുന്നു. പ്രോഗ്രാം കമ്പൈൽ ചെയ്യുക. ഇത് പ്രവർത്തിക്കുന്നു. നമുക്ക് സംഭവിക്കാനിടയുള്ള മറ്റൊരു തെറ്റ് നോക്കാം. ഇവിടെ നമ്മൾ ഒരു പാരാമീറ്റർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. 4 നീക്കം ചെയ്യുന്നു. സേവ് ക്ലിക്ക് ചെയ്യുക. ടെർമിനലിലേക്ക് പോകുക. കമ്പൈൽ ചെയ്യാം. 10ാമത്തെ വരിയിൽ ഒരു എറർ കാണുന്നു. Too few arguments to function int add int. പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം. നമുക്കിവിടെ രണ്ട് പാരാമീറ്റർസ് കാണാം. int a, int b. ഇവിടെ നമ്മൾ ഒരെണ്ണം മാത്രമേ നൽകിയുള്ളൂ. അതിനാൽ ഇത് എറർ നൽകി. ഇത് തിരുത്താം. 4 ടൈപ്പ് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുക. ടെർമിനലിലേക്ക് പോകുക. വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുക. ഇത് പ്രവർത്തിക്കുന്നു. സ്ലൈഡിലേക്ക് തിരികെ വരാം. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഫങ്ഷന്റെ സിന്റാക്സ്, ആർഗുമെന്റ്സ് ഇല്ലാത്ത ഫങ്ഷൻസ്, ഉദാഹരണം void add, ആർഗുമെന്റ്സോടെയുള്ള ഫങ്ഷൻ, ഉദാഹരണം int add, int a and int b. ഒരു അസൈൻമെന്റ്, ഒരു അക്കത്തിന്റെ വർഗം കാണുവാനുള്ള പ്രോഗ്രാം എഴുതുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.org ൽ ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ, IIT ബോംബെ. ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി.